മാന്യപ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ നിലനിൽപ്പിന് ആധാരമായ നിയമങ്ങളെയും ചട്ടങ്ങളെയും മാറ്റിമറിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുവാൻ മുറവിളി കൂട്ടുന്നതിന്റെ പിന്നിലെ ശക്തികളിൽ പ്രധാനികൾ സഭാമേലധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പിന്റെ വികാരിയും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. Fratelli e sorelle dell'Arcieparchia di Ernakulam Angamali, io sono vicino a voi. Vi seguo da anni, conosco la fede e l'impegno apostolico dell'amata Chiesa Siro-Malabarese, che è motivo di gioia e di fierezza per la Chiesa universale. Ed è per questo che il mio cuore oggi è triste mentre vi parlo. Il vostro sinodo, dopo un lungo e faticoso lavoro, ha trovato un accordo nel modo di celebrare il Santo Curbana. La carità e l'amore per la comunione ha spinto i suoi membri a compiere questo passo, anche se alcuni di loro non considerano ideale tale forma di celebrazione. Sono i sacrifici che richiede la comunione. Ma la Chiesa è comunione. Se non c'è comunione non c'è Chiesa, è una setta. So che da anni alcuni che dovrebbero essere esempi e veri maestri di comunione, soprattutto presbiteri, vi spingono a disobbedire e ad opporvi alle decisioni del Sinodo. Fratelli e sorelle, non seguiteli. La discussione, quando non è serena, genera violenza. E a voi c'è stata e c'è violenza tra voi, soprattutto contro coloro che vogliono rimanere nella comunione e celebrare come la vostra Chiesa ha stabilito. 2022 മാർച്ച് 25 റോമിൽ നിന്നിറക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ ഖണ്ഡിക 4:5-6 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ സഭയുടെ ആരാധനാക്രമം നിർണയിക്കാനുള്ള പരമോന്നത അധികാരം സീറോ മലബാർ സിനഡിന്. നിശ്ചയിച്ച കുർബാന അർപ്പണ രീതി നിങ്ങളുടെ കാര്യത്തിൽ നടപ്പിലാക്കാത്തത് ഖേദകരം. സിനഡിന്റെ തീരുമാനം 2022 ഈസ്റ്ററിന് മുമ്പായി നടപ്പിലാക്കണം. മേജർ ആർച്ച് ബിഷപ്പിനോടും മേജർ ആർച്ച് ബിഷപ്പിന്റെ അംഗീകാരത്തോടെ അദ്ദേഹത്തിന്റെ വികാരിയോടും വിശ്വസ്തതയിലും അനുസരണത്തിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ അഭിഷേകത്തിലൂടെ കൈവന്ന പ്രത്യേക ബാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ പ്രബോധനങ്ങളാണിത്. എന്നാൽ ഇവിടെ മേജർ ആർച്ച് ബിഷപ്പ്, ആർച്ച് ബിഷപ്പിന്റെ വികാരി നിലവിൽ എന്താണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം? സഭാവിരോധികളോടൊപ്പം നിന്ന് മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. സഭാ നേതൃത്വം സഭയിൽ നല്ല ആത്മീയതയിൽ മുന്നോട്ട് പോയിരുന്ന വൈദികരെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന ഇല്ലിസിറ്റ് ആണ്, എന്നാൽ ഇൻവാലിഡ് അല്ല. ഇത് പറഞ്ഞാണ് അവരെ പ്രകോപിതരാക്കുന്നത്. റാഫേൽ തട്ടിലും ജോസഫ് പാംബ്ലാനിയും സഭയുടെ ന്യൂൻഷയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് വലിയ നോമ്പിന് മുമ്പ് 2 തരത്തിലുള്ള ഓരോ കുർബാനയും നിലവിൽ വരുത്താൻ പ്ലാൻ ചെയ്യുന്നത് വഴി ന്യൂൻഷോയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ റോമിന്റെ അംഗീകാരം ന്യൂൻഷോയിലൂടെ നേടാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്ന നാടകങ്ങൾ. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ചേർന്ന് വൈദികരെ പ്രകോപിതരാക്കുന്നു. ബഹുഭൂരിഭാഗം വൈദികരും സഭയെ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊരു വൈദിക ക്രിമിനൽ സംഘത്തെ സൃഷ്ടിക്കുകയാണ് സഭാ നേതൃത്വം. ഇതിനിടയിൽ ഏകീകൃത കുർബാന അതിരൂപതയിൽ നടപ്പിലാക്കാൻ രംഗത്ത് വന്ന സഭയുടെ ഔദ്യോഗിക സംഘടനയായ AKCCയെ നോക്കുകുത്തിയാക്കാൻ ശ്രമം നടത്തുകയാണ് സഭാ നേതൃത്വം. ഇവിടെ പ്രസക്തമായ ചോദ്യങ്ങൾ അൽമായരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഈ പ്രകാരമാണ്: 2025 ഈ നോമ്പ് കാലഘട്ടത്തിലെങ്കിലും ഏകീകൃത ബലിയർപ്പണം ബസിലിക്കയിൽ മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡ് നേതൃത്വവും ചേർന്ന് നടപ്പിലാക്കിയില്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് രാജിവെച്ചൊഴിയണം. ജോസഫ് പാംബ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തിൽ ഇടപെടരുത്. സമവായ കുർബാന ഒരേ ബലിവേദിയിൽ 2 തരം കുർബാന അർപ്പിച്ച്
അൾത്താരം മലിനമാക്കരുത്. വിശ്വാസികളെയും വൈദികരെയും തമ്മിൽ വിഘടിപ്പിച്ചത് മെത്രാൻ സംഘമാണെന്നതിൽ അൽമായർക്ക് ഒരു സംശയവും ഇല്ല. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭയെ അവഹേളിക്കാതെ ഉടൻ രാജിവെച്ചൊഴിയണം. സഭാ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗശയ്യയിൽ ആയിരിക്കുമ്പോൾ പോലും മേജർ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ല. അതിനാൽ തന്നെ സഭയെ അനുസരിക്കാത്ത മേജർ ആർച്ച് ബിഷപ്പിനെ സഭാസ്നേഹികൾ അംഗീകരിക്കില്ല. ക്രിസ്തുവിന്റെ സഭയോടൊപ്പം നിലനിൽക്കാനും ശ്ലൈഹിക പാരമ്പര്യം പിന്തുടർന്ന് മാർപ്പാപ്പയോടും സിനഡിനോടും ചേർന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ സഞ്ചരിക്കുവാനും സിറോ മലബാർ സഭാ നേതൃത്വത്തിനും സഭാ സിനഡിനും കഴിയട്ടെ എന്ന് സഭാസ്നേഹികൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭം ഒരിക്കലും പാഴാക്കരുത്. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ പിശാചുക്കൾ ഒഴിഞ്ഞു പോകില്ല. ന്യൂസ് ഡെസ്ക്, ബ്രൈറ്റ് ന്യൂസ്. by Renovation World.